ഹയർ സെക്കൻഡറി +1 ക്ലാസ്സിലെ ഇക്കണോമിക്സ് വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമായ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഒന്നാം ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നതിലെ ചോദ്യോത്തരങ്ങളുടെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ. മുൻ വീഡിയോകളിലെ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും തുടർച്ചയായിട്ട് ഉള്ള 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും വിശദീകരണത്തോടു കൂടിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചോദ്യം 1. ദ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് വെയർ റൂയിൻഡ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. പരമ്പരാഗതമായ കരകൗശല വ്യവസായം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തകർന്നു. ഡു യു എഗ്രി വിത്ത് ദീസ് വ്യൂ? ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുവോ? ഗിവ് റീസൺസ് ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിന് പിൻബലമേകുന്ന കാരണങ്ങൾ നൽകുക. ആൻസർ യെസ്, അതെ എന്നാണ് ഉത്തരം. കാരണം ഇന്ത്യാസ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് വെയർ റൂയിൻഡ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പരമ്പരാഗതമായ കരകൗശല വ്യവസായം തകർന്നു. ദെയർ വെയർ മെനി റീസൺസ് ബിഹൈൻഡ് ദീസ്. ഇതിന് പിറകിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് അഡോപ്റ്റഡ് ദ സ്ട്രാറ്റജി ഓഫ് സിസ്റ്റമാറ്റിക്കലി ഡീ ഇൻഡസ്ട്രിയലൈസിങ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ വ്യവസ്ഥാപിതമായി ഇന്ത്യയിലെ വ്യവസായങ്ങളെ തകർക്കുന്ന തന്ത്രം സ്വീകരിച്ചു. ദ മെയിൻ raw materials required by the handicrafts industries such as cotton and silk were exported to Britain. കരകൗശല വ്യവസായങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായ പരുത്തി, പട്ട് പോലെയുള്ള പ്രാഥമിക വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു. ഇൻസ്റ്റഡ് അതിന് പകരമായിട്ട് ഇമ്പോർട്ടഡ് ടു ഇന്ത്യൻ മാർക്കറ്റ്സ് ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വിച്ച് ആർ ലോ കോസ്റ്റ്. കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പൂർണ്ണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ദസ് ഡ്യൂ ടു ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, റെഡ്യൂസ്ഡ് മാർക്കറ്റ്സ് ആൻഡ് നോ ഗവൺമെൻറ് പോളിസീസ് ടു പ്രൊട്ടക്ട് ദ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രി റിസൾട്ടഡ് ഇൻ കൊളാപ്സ് ഓഫ് ദ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. അങ്ങനെ അസംസ്കൃത വസ്തുക്കളുടെ അഭാവം കാരണമായിട്ടും കമ്പോളങ്ങളുടെ കുറവ് കൊണ്ടും കരകൗശല വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ അഭാവം കൊണ്ടും ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങൾ തകരാൻ ഇടയായി. ക്വസ്റ്റ്യൻ 2. ഹൈലൈറ്റ്സ് ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് പ്രീ ഇൻഡിപെൻഡൻസ് ഓക്കുപ്പേഷണൽ സ്ട്രക്ചർ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ തൊഴിൽ ഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എടുത്തു പറയുക. ആൻസർ: ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പേഴ്സൺസ് അക്രോസ് ഡിഫറെൻറ്റ് ഇക്കണോമിക് സെക്ടേഴ്സ് ഈസ് കാൾഡ് ഓക്കുപ്പേഷൻ സ്ട്രക്ചർ. വിവിധ സാമ്പത്തിക മേഖലകൾക്കിടയിലുള്ള തൊഴിലെടുക്കുന്ന ആളുകളുടെ വിതരണത്തെയാണ് തൊഴിൽ ഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ അഗ്രികൾച്ചർ സെക്ടർ അക്കൗണ്ടഡ് ഫോർ ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് വർക്ക് ഫോഴ്സ്. ഇന്ത്യയിലെ തൊഴിൽ ശേഷിയുടെ വലിയ പങ്ക് വഹിച്ചത് കാർഷിക മേഖലയായിരുന്നു. എബൌട്ട് 72% പീപ്പിൾ വെയർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഏതാണ്ട് 72% ആളുകൾ കാർഷിക മേഖലയിലാണ് തൊഴിൽ തേടിയത്. 10% ഇൻ മാനുഫാക്ചറിങ്, 10% വ്യവസായ മേഖലയിലും. ആൻഡ് 18% ഇൻ സർവീസ് സെക്ടർ, 18% സേവന മേഖലയിലുമാണ് തൊഴിൽ കണ്ടെത്തിയിരുന്നത്. ക്വസ്റ്റ്യൻ 3. മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അടിസ്ഥാന സൗകര്യ വികസന നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് എടുത്തു പറയുക. ആൻസർ: ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റെയിൽവേസ്, റോഡ്സ്, ടെലഗ്രാഫ് എക്സെട്ര വയർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് ഭരണക്കാലത്ത്
റെയിൽവേ, റോഡ്, ടെലിഗ്രാഫ് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു. ദ പർപ്പസ് ബിഹൈൻഡ് ദീസ് വാസ് ടു സാറ്റിസ്ഫൈ വേരിയസ് കൊളോണിയൽ ഇൻട്രസ്റ്റ്സ്. ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം ബ്രിട്ടീഷുകാരുടെ താൽപ്പര്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. റോഡ്സ് വെയർ ബിൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് മൊബിലൈസിംഗ് ദ ആർമി. റോഡുകൾ നിർമ്മിച്ചത് സൈന്യത്തെ വിന്യസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടെലഗ്രാഫ് ഇൻ ഇന്ത്യ വാസ് ബേസിക്കലി ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ക്രമസമാധാനം നിലനിർത്തുക എന്ന അടിസ്ഥാനപരമായ ഉദ്ദേശത്തോടു കൂടിയാണ് ടെലഗ്രാഫ് നടപ്പിലാക്കിയത്. റെയിൽവേ ഇൻട്രൊഡ്യൂസ് ടു മൊബിലൈസ് ആർമി ആൻഡ് റോ മെറ്റീരിയൽസ്. സൈന്യത്തെയും അസംസ്കൃത വസ്തുക്കളും സൗകര്യപ്രദമായി തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റെയിൽവേ സംവിധാനം നടപ്പിൽ വരുത്തിയത്. ക്വസ്റ്റ്യൻ 4. നെയിം ദ സ്റ്റേറ്റ്സ് വെയർ ദ ഫോളോയിങ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ്. താഴെ പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുക. താഴെ പറയുന്ന അയൺ സ്റ്റീൽ വ്യവസായങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പേര് പറയുക. ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ജാർഖണ്ഡിലാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. IISCO, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇൻ വെസ്റ്റ് ബംഗാൾ. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഇൻ ഛത്തീസ്ഗഡ്. ക്വസ്റ്റ്യൻ 5. വാട്ട് ആർ ദ മേജർ ഇക്കണോമിക് ചാലഞ്ചസ് ഓഫ് ഇന്ത്യ ടുഡേ. ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ആൻസർ: 1. ലോ അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ്, കുറഞ്ഞ നിരക്കിലുള്ള കാർഷിക വളർച്ചാ നിരക്ക്. 2. റൈസിംഗ് പ്രൈസസ്, വിലക്കയറ്റം. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. 4. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച. നെക്സ്റ്റ്, പൂവർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, മോശമായ അടിസ്ഥാന സൗകര്യങ്ങൾ. നെക്സ്റ്റ്, ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ദൗർലഭ്യം. നെക്സ്റ്റ്, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും. ക്വസ്റ്റ്യൻ 6. ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ, ലാൻഡ് ആൻഡ് ലേബർ വെയർ ട്രാൻസ്ഫോംഡ് ഇൻ ടു കമ്മോഡിറ്റി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂമിയും തൊഴിലും വസ്തുക്കളായി രൂപമാറ്റം സംഭവിക്കപ്പെട്ടിരിക്കുന്നു. ജസ്റ്റിഫൈ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രസ്താവനയെ ന്യായീകരിക്കുക. ആൻസർ: ലാൻഡ് ബീയിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻകം ബിൽഡിംഗ് അസറ്റ് ഇൻ ദ റൂറൽ സൊസൈറ്റി ബിക്കെയിം എ മച്ച് സോട്ട് ആഫ്റ്റർ കമ്മോഡിറ്റി. ഗ്രാമീണ സമൂഹത്തിൽ വരുമാനം കിട്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റായ ഭൂമി ഒരു വസ്തുവായിട്ട് രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. The zamindars who got land in the British settlement and moneylenders who acquired land against their debt wanted to acquire more and more of it. ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റ് ഭാഗമായി ഭൂമി ലഭിച്ച ജമീന്ദാർമാരും കടം കൊടുത്തതിന് പകരമായി സ്വായത്തമാക്കിയ ഭൂമി ലഭിച്ച മണി ലെൻഡേഴ്സും കൂടുതൽ ഭൂമി ലഭിക്കാൻ ആഗ്രഹിച്ചു. All artisans who lost crafts and employment could not be accommodated on land came to town in search of employment. തൊഴിൽ നഷ്ടപ്പെട്ട കരകൗശല വിദഗ്ധർ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ പട്ടണങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് വന്നു. Some of them got employment in factories and some other became coolies and domestic servants. ചില ആളുകൾക്ക് ഫാക്ടറികളിൽ തൊഴിൽ ലഭിച്ചു, ചില ആളുകൾ കൂലി തൊഴിലാളികളും ചില ആളുകൾ ഗാർഹിക തൊഴിലാളികളുമായി മാറി. ഇൻ ദെയർ കേസ് ഓൾസോ ലേബർ പവർ ബിക്കെയിം എ കമ്മോഡിറ്റി. അവരുടെ കാര്യത്തിലും തൊഴിൽ ശേഷി ഒരു വസ്തുവായി തീർന്നു. ദസ് അങ്ങനെ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ലാൻഡ് ആൻഡ് ലേബർ വെയർ ട്രാൻസ്ഫോംഡ് ഇൻ ടു കമ്മോഡിറ്റി. അങ്ങനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂമിയും തൊഴിലും ഒരു വസ്തുവായിട്ട് പരിണമിച്ചു എന്ന് പറയാൻ സാധിക്കും. ക്വസ്റ്റ്യൻ 7. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത്
ഇന്ത്യൻ സമ്പത്ത് ചോർന്നു എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആൻസർ: ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ത്രൂ ഔട്ട് ദ കൊളോണിയൽ പീരീഡ് വാസ് ജനറേഷൻ ഓഫ് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉടനീളമുള്ള ഇന്ത്യൻ വിദേശ വ്യാപാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഉയർന്ന തോതിൽ കയറ്റുമതി മിച്ചം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ബട്ട് ദീസ് കോസ്റ്റ് സ്കേസിറ്റി ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. പക്ഷേ ഇത് ആഭ്യന്തര കമ്പോളത്തിൽ ദൗർലഭ്യം ഉണ്ടാവാൻ കാരണമായി. ഫർദർ, കൂടാതെ ദീസ് എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ എനി ഫ്ലോ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇൻ ടു ഇന്ത്യ. ഈ കയറ്റുമതി മിച്ചം ഇന്ത്യയിലേക്ക് സ്വർണമോ വെള്ളിയോ ഒഴുകുന്നതിന് കാരണമായില്ല. റാദർ, ദിസ് വാസ് യൂസ്ഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഫോർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എക്സ്പെൻസസ് ഓൺ വാർ, ഓഫീസ് സെറ്റപ്പ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ഐറ്റംസ്. അതിന് പുറമെ ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ യുദ്ധ ചെലവുകൾക്കും അവരുടെ ഓഫീസ് നടത്തിപ്പിനുള്ള ചെലവുകൾക്കും അദൃശ്യ വസ്തുക്കൾ ഇറക്കുമതി ചെയ്തതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഓൾ ദീസ് ലെഡ് ടു ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരിയഡ്. ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നതിലേക്ക് നയിച്ചു. ഇത്രയുമാണ് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇനി 5 മാർക്കിൻ്റെ വിശദമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ചോദ്യം 1: The British rule made certain positive contribution. ബ്രിട്ടീഷ് ഭരണം ചില അനുകൂലമായ സംഭാവനകൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഡു യു എഗ്രി? നിങ്ങൾ യോജിക്കുന്നുവോ? സബ്സ്റ്റാൻഷ്യേറ്റ് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിന് സാധൂകരിക്കുക. ആൻസർ: Though the basic intention of the British government was not the development of Indian economy, it left some beneficial effects. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന ഉദ്ദേശം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസനം ആയിരുന്നില്ല എങ്കിലും ചില അനുകൂലമായിട്ടുള്ള സ്വാധീനം അത് ഇന്ത്യയിലുണ്ടാക്കിയിട്ടുണ്ട്. ദ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ ആർ നോട്ടഡ് ബിലോ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അനുകൂലമായ സംഭാവനകൾ താഴെ സൂചിപ്പിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, എസ്പെഷ്യലി റെയിൽവേസ്. ഗതാഗത സൗകര്യങ്ങളുടെ വികസനം, പ്രത്യേകിച്ച് റെയിൽവേകൾ. കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് യൂണിഫിക്കേഷൻ ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഏകീകരണം. എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റം, ബാങ്കിങ്ങിൻ്റെയും മോണിറ്ററി സമ്പ്രദായത്തിൻ്റെയും പരിണാമം. സ്റ്റെബിലിറ്റി, സ്ഥിരത. പീസ് ആൻഡ് ഓർഡർ, ക്രമസമാധാനം. എമർജൻസ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവം. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ആരംഭം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ ലോസ് ആൻഡ് കോഡ്സ്, സിവിൽ നിയമങ്ങളുടെയും കോർട്ടുകളുടെയും സ്ഥാപനം. ക്വസ്റ്റ്യൻ 2: ഇന്ത്യാസ് അഗ്രികൾച്ചർ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു. ഡു യു എഗ്രി? ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുവോ? സബ്സ്റ്റാൻഷ്യേറ്റ്, സാധൂകരിക്കുക. ആൻസർ: യെസ്. ഇന്ത്യാസ് അഗ്രികൾച്ചർ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു. The stagnation in the agriculture sector was caused mainly because of the following. താഴെ പറയുന്നവ കാരണമായിട്ടാണ് കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായത്. 1. The various systems of land settlement in India. ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ഭൂനികുതി സമ്പ്രദായങ്ങൾ. 2. The British government did nothing to improve the condition of agriculture. കാർഷിക മേഖലയുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് യാതൊന്നും ചെയ്തില്ല. 3. There was immense misery and social tension among the cultivators because of the exploitation by the zamindars. ജമീന്ദാർമാരുടെ ചൂഷണം കാരണമായിട്ട് കർഷകർക്കിടയിലുണ്ടായ തീവ്രമായ കഷ്ടപ്പാടും സാമൂഹിക സമ്മർദ്ദവും. നെക്സ്റ്റ്, ലോ ലെവൽ ഓഫ് ടെക്നോളജി, താഴ്ന്ന നിലവാരത്തിലുള്ള സാങ്കേതികവിദ്യ. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്,
ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, ലാക്ക് ഓഫ് യൂസ് ഓഫ് നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളരെ കുറഞ്ഞ തോതിലുള്ള രാസവളങ്ങളുടെ ഉപയോഗം. ദീസ് വെയർ റെസ്പോൺസിബിൾ ഫോർ ലോ പ്രൊഡക്ഷൻസ് ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയിലെ കുറഞ്ഞ തോതിലുള്ള ഉൽപ്പാദനത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയ്ക്കായിരുന്നു. ക്വസ്റ്റ്യൻ 3. അവർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ റിസീവ്ഡ് എ സെറ്റ് ബാക്ക് ഡ്യൂ ടു ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വിഭജനം നമ്മുടെ കാർഷിക ഉൽപ്പാദനത്തിന് വലിയൊരു പ്രഹരമേൽപ്പിച്ചു. ഡു യു എഗ്രി? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുവോ? സബ്സ്റ്റാൻഷിയേറ്റ്, സാധൂകരിക്കുക. ആൻസർ യെസ്, ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നു. ദാറ്റ് അവർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ റിസീവ്ഡ് എ സെറ്റ് ബാക്ക് ഡ്യൂ ടു ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. ഇന്ത്യാസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ റിസീവ്ഡ് എ ഫർദർ സെറ്റ് ബാക്ക് ഡ്യൂ ടു ദ കണ്ടീഷൻ due to the country's partition at the time of independence. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്തുള്ള ഇന്ത്യയുടെ വിഭജനം ഇന്ത്യൻ കാർഷിക ഉൽപ്പാദനത്തിൽ പ്രഹരമേൽപ്പിച്ചു. A sizable portion of the undivided country's highly irrigated and fertile land went to Pakistan. അവിഭക്ത ഇന്ത്യയുടെ ഏറ്റവും ജലസേചന സൗകര്യമുള്ളതും ഫലഭൂയിഷ്ഠിതമായ ഭൂമിയുടെ വലിയ ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോയി. ദീസ് ഹാഡ് ആൻ അഡ്വൈസ് ഇമ്പാക്റ്റ് അപ്പോൺ ഇന്ത്യാസ് ഔട്ട്പുട്ട് ഫ്രം ദ അഗ്രികൾച്ചർ സെക്ടർ. ഇത് കാർഷിക മേഖലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഉൽപ്പന്നത്തിൽ ഒരു പ്രതികൂല പ്രഹരം ഉണ്ടാക്കിയിട്ടുണ്ട്. പർട്ടിക്കുലർലി അഫക്റ്റഡ് വാസ് ഇന്ത്യാസ് ജൂട്ട് ഇൻഡസ്ട്രി. പ്രത്യേകിച്ചും ഇത് ബാധിച്ച ഇന്ത്യയിലെ ചണ വ്യവസായത്തെയായിരുന്നു. സിൻസ് ഓൾമോസ്റ്റ് ദ വോൾ ഓഫ് ദ ജൂട്ട് പ്രൊഡ്യൂസിംഗ് ഏരിയ ബിക്കെയിം പാർട്ട് ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ. കാരണം ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളുടെ വലിയൊരു ഭാഗവും ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി തീർന്നു. ഇന്ത്യാസ് ഗുഡ് ഇൻഡസ്ട്രി ഇൻ വിച്ച് ദ കൺട്രി ഹാഡ് എൻജോയ്ഡ് എ വേൾഡ് മൊണോപ്പൊളി സോ ഫാർ. അതുവരെ ലോക കമ്പോളത്തിൽ ലോക കുത്തകയുണ്ടായിരുന്ന ഇന്ത്യയുടെ ചണ വ്യവസായത്തെ അത് പ്രതികൂലമായി ബാധിച്ചു. ദസ് സഫേർഡ് ഹെവിലി ഫോർ ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അത്തരത്തിൽ അസംസ്കൃത ചണത്തിൻ്റെ അഭാവം ഇന്ത്യയുടെ ചണ വ്യവസായത്തെ പ്രതികൂലമായി ബാധിച്ചു. ക്വസ്റ്റ്യൻ 4. ഗിവൺ ബിലോ ആർ സർട്ടൈൻ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ്. താഴെ കൊടുക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ചില കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളാണ്. ക്ലാസിഫൈ ദം ഇൻടു എ ടേബിൾ. അവയെ പട്ടികയാക്കി വേർതിരിക്കുക. എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ റോ സിൽക്ക്, റോ കോട്ടൺ, വൂൾ, ഷുഗർ, ഇൻഡിഗോ, ജൂട്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ കോട്ടൺ, സിൽക്ക്, മെഷീനറി, കെമിക്കൽസ്, എഡിബിൾ ഓയിൽ, മെഡിസിൻസ്, വൂൾ ആൻഡ് ക്ലോത്ത്. ക്വസ്റ്റ്യൻ 5. ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ട്രേഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യയുടെ വ്യാപാരത്തിൻ്റെ ഗതി എന്തെന്ന് സൂചിപ്പിക്കുക. ആൻസർ: ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദ കൊളോണിയൽ ഗവൺമെൻറ് മെയിൻറ്റെയിൻ മൊണോപ്പൊളി ഓവർ ഇന്ത്യാസ് ട്രേഡ്. കൊളോണിയൽ സർക്കാർ ഇന്ത്യയുടെ വ്യാപാരത്തിന്മേൽ കുത്തക നിലനിർത്തി. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വാസ് റിസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. ഇന്ത്യയുടെ മൊത്തം വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയിൽ അധികവും സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടനുമായിട്ട് മാത്രമായി ആയിരുന്നു. അതേസമയം ദ റെസ്റ്റ് വാസ് അലൗഡ് വിത്ത് എ ഫ്യൂ അതർ കൺട്രീസ് ലൈക്ക് ചൈന, ശ്രീലങ്ക ആൻഡ് ഇറാൻ. ബാക്കി അവശേഷിക്കുന്നത് ചൈന, ശ്രീലങ്ക, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടായിരുന്നു. ക്വസ്റ്റ്യൻ 6. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഇക്കണോമിക് പോളിസീസ് പെർസ്യൂഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. കൊളോണിയൽ ഗവൺമെൻറ് ഇന്ത്യയിൽ പിന്തുടർന്നു വന്ന സാമ്പത്തിക നയത്തെക്കുറിച്ച് വിശദീകരിക്കുക. ആൻസർ: സിൻസ് ദ British had their vested interest in India that could be seen in the economic policies implemented. ബ്രിട്ടീഷുകാർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാപിത താൽപ്പര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അത് അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളിലൊക്കെ കാണാമായിരുന്നു.
which means only to promote their economy at the cost of India's economy. അതിനർത്ഥം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചെലവിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ദി ഇമ്പാക്റ്റ് ഓഫ് ദ പോളിസീസ് റിസൾട്ടഡ് ഇൻ ടു എ മേജർ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ബ്രിട്ടീഷുകാരുടെ ഈ നയം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഘടനയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാവാൻ ഇടയാക്കി. ഒന്ന്, ട്രാൻസ്ഫോംഡ് ദ കൺട്രി ഇൻ ടു എ നെറ്റ് സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ്. ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റി. രണ്ട്, ദ കൺസ്യൂമർ ഓഫ് ദ ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നുള്ള പൂർണ്ണ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താവാക്കിയും ഇന്ത്യയെ മാറ്റി. രണ്ട്, അഗ്രികൾച്ചർ സെക്ടർ കണ്ടിന്യൂസ്ലി ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ ആൻഡ് എനോർമസ് ഡിറ്റീരിയറേഷൻ. കാർഷിക മേഖല തുടർച്ചയായിട്ട് സ്തംഭനാവസ്ഥ നേരിടുകയും വൻതോതിലുള്ള അപജയം നേരിടുകയും ചെയ്തു. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കെയിം ഇൻക്രിമെൻ്റലി ലോ. കാർഷിക ഉൽപ്പാദനക്ഷമത തുടർച്ചയായിട്ട് കുറയുകയും ചെയ്തു. 3, നോ മോഡേൺ ഇൻഡസ്ട്രിയൽ ബേസ് വാസ് അലൗഡ് ടു കം അപ്പ്. യാതൊരു ആധുനിക വ്യവസായ സ്ഥാപനം ഉയർന്നു വരാൻ അനുവദിച്ചില്ല. ദ പോളിസി മീൻ ടു സിസ്റ്റമാറ്റിക്കലി ഡി ഇൻഡസ്ട്രിയലൈസ് ദ കൺട്രി. ഇത് ഇന്ത്യയെ വ്യാവസായികമായി തകർക്കുക എന്നുള്ള വ്യവസ്ഥാപിതമായ നയമായിരുന്നു. 4, ഇന്ത്യാസ് വേൾഡ് ഫേമസ് ആൻഡ് സെഞ്ചുറീസ് ഓൾഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി പെരിസ് ഡ്യൂ ടു പോളിസീസ് ലേഡ് ബൈ കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണം സ്വീകരിച്ച നയം കാരണമായിട്ട് ഇന്ത്യയുടെ ലോകപ്രശസ്തവും നൂറ്റാണ്ടുകളായി പഴക്കമുള്ളതുമായ കരകൗശല വ്യവസായത്തെ തകർത്തു. 5, ഡ്യൂ ടു ഓൾ ദ എബവ് ഫാക്ടേഴ്സ് ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. മുകളിൽ പറഞ്ഞ ഈ ഘടകങ്ങളൊക്കെ കാരണമായിട്ട് ഇന്ത്യയുടെ തൊഴിലില്ലായ്മയുടെ ലെവൽ വർദ്ധിച്ചു. 6, ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വാസ് മോസ്റ്റ്ലി റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പൂർണ്ണമായിട്ടും ഏതാണ്ട് ബ്രിട്ടനുമായിട്ട് മാത്രമായി നിയന്ത്രിക്കപ്പെടുകയുണ്ടായി. ഇത്രയുമാണ് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പാഠഭാഗത്തെ പരീക്ഷയിൽ വരാവുന്നതും പ്രതീക്ഷിക്കുന്നതുമായ വിവിധ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങളും ഉത്തരം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിച്ചാൽ തീർച്ചയായിട്ടും ഉയർന്ന മാർക്ക് വാങ്ങാൻ വിദ്യാർത്ഥികൾ സാധിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ മുഴുവൻ ചോദ്യോത്തരങ്ങൾ സംബന്ധിക്കുന്ന വീഡിയോകളും കൃത്യമായിട്ട് കണ്ട് അതിൽ നിന്നും നോട്ട് തയ്യാറാക്കി കൃത്യമായി പഠിക്കണം എന്ന് അറിയിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ടുള്ള അടുത്ത ചാപ്റ്ററുകളും ഇതേ മാതൃകയിൽ വീഡിയോകളായി പബ്ലിഷ് ചെയ്യുന്നതാണ്. തുടർച്ചയായിട്ടുള്ള പാഠഭാഗങ്ങളും തുടർന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കുന്നതിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.